ഹായ് കൂട്ടുകാരെ, ഇന്ന് നല്ലൊരു സോഫ്റ്റ് പുട്ടാട്ടം ഉണ്ടാക്കുന്നത്. അപ്പത്തിൻ്റെ പൊടി മേടിച്ചിട്ട്, സാധാരണ ഇവിടെ ഞാൻ 5 കിലോ അപ്പത്തിൻ്റെ പൊടിയാട്ടം മേടിക്കാറ്. അതുകൊണ്ടാണ് അപ്പം, പുട്ട്, ഇടിയപ്പം, പത്തിരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ തോന്നി ഉണ്ടാക്കുകയുള്ളൂ. അല്ലാണ്ട് വേറെ ഇതിന് വേണ്ടിയിട്ട് പുട്ടുപൊടി ഒന്നും വാങ്ങിക്കാറില്ല കേട്ടോ. അപ്പോൾ അതേ വെള്ളം തിളപ്പിച്ചു. വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് അതിലോട്ട് ഞാൻ പൊടി ഇട്ട് കൊടുത്തു. ഇപ്പോൾ 2 കപ്പ് 1.5 ഗ്ലാസ് പൊടിയുണ്ട് കേട്ടോ. എനിക്ക് തവിയിലൊക്കെ ഇട്ട ആ കണക്കൊക്കെ എനിക്ക് അറിയാം. അപ്പം ഞാനങ്ങനെ ഇട്ടു എന്നുള്ളൂ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു നുള്ളു പഞ്ചസാര ഇട്ട്, അതുപോലെ അപ്പം തിളച്ച് നമ്മൾ പൊടി ഇട്ട് എന്ന് ഇളക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ ഓഫ് ചെയ്യുക കേട്ടോ. പിന്നെ അതിൽ വെച്ച് ആ ചൂടിൽ വെച്ച് തന്നെ നമുക്ക് ഇളക്കി ഞാനിപ്പോൾ ഒരു ബേസനിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒന്ന് ജസ്റ്റ് മിക്സിയുടെ ജാറിൽ വെച്ച് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അത് പാകത്തിന് തന്നെ പൊടിഞ്ഞു വരികയും ചെയ്യും, നല്ല സോഫ്റ്റ് പുട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതേ നീളത്തിലുള്ള ഇതിൽ വെച്ചിട്ടാട്ടോ ഞാൻ ഈ പുട്ടുണ്ടാക്കണത്. പിന്നെ ചിരട്ടപ്പുട്ടിലും ഉണ്ടാക്കും. അപ്പം അതിലും വെച്ച് പുട്ടുണ്ടാക്കുന്നുണ്ട്. ഇനി ക്യാരറ്റൊക്കെ വേണമെങ്കിൽ ചീകിയിടുകയൊക്കെ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് പുട്ടാട്ടം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. പുട്ടുപൊടി വേണമെന്നൊന്നുമില്ല. അപ്പോൾ അതേ ഒരു പുട്ടായി. പിന്നെ അടുത്തത് ഇനി ചിരട്ടപ്പുട്ടും. അപ്പോൾ ആ ഒരു പുട്ടും 2 ചിരട്ടപ്പുട്ടും ഉണ്ടാക്കിയിട്ട് 2 ചിരട്ടപ്പുട്ട് മാത്രമായിട്ട് ചിലവായുള്ളൂ. എനിക്കും കുഞ്ഞിനും എൻ്റെ മോളും കഴിച്ചു. പിന്നെ മോൻ രാവിലെ ഒന്നും കഴിക്കില്ല, എത്ര നിർബന്ധിച്ചാലും. ചിരട്ടപ്പുട്ടുമായി. അപ്പോൾ ഇതേ കണ്ടത് നല്ല സോഫ്റ്റ് പുട്ടാണ്. പിന്നെ പുട്ടിന് ഇന്ന് പഴവും പിന്നെ സോയാബീൻ, നല്ല ബീഫ് കറി മാറിയിരിക്കുന്ന സോയാബീനും ആയിരുന്നു.